ഹായ് ഓൾ, അഗ്നി ബാച്ചിലെ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. വൺ ഡയമെൻഷൻ മോഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ബേസിക് കോൺസെപ്റ്റ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ് എന്നുള്ള കാര്യം മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഡിസ്റ്റൻസ് ഈസ് ദി ലെങ്ത് ഓഫ് പാത്ത് കവേർഡ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അത് ട്രാവൽ ചെയ്ത ടോട്ടൽ പാത്തിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഈ കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കോൺസെപ്റ്റ് അടിപൊളിയായി പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ഫിഗർ ദ പോയിന്റ് പി ഓൺ എ വീൽ ഓഫ് റേഡിയസ് ആർ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ ഗ്രൗണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരു വീല് കാണാം, അതിലൊരു പോയിന്റ് പി കാണാം, അത് ഗ്രൗണ്ടുമായിട്ട് കോൺടാക്ട് ആണ്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പോയിന്റ് വെൻ ദ വീൽ റോൾസ് ഹാഫ് റെവല്യൂഷൻ? എന്താ പറഞ്ഞത്? ഈ വീല് പകുതി റെവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. സോ ഇതിന് ആൻസർ എങ്ങനെ ചെയ്യാം? ഒരുപക്ഷെ നിങ്ങൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അത് എത്രയാണ്? 2r ആണോ? 2r ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം. നമുക്ക് നോക്കാം. സോ ഇവിടെ സംഭവിച്ച കാര്യം മക്കളെ നോക്കിക്കേ, നമുക്കൊരു വീലുണ്ട്. ഇതാണ് നമ്മുടെ വീല് അല്ലേ? ഈ വീല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോയി ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞാൽ ഈ വീലിൻ്റെ പൊസിഷൻ എവിടെ എത്തും? ഇതാ നോക്കിക്കേ, വീൽ ഇതാ ഇവിടെ എത്തും. ഇതാണ് നമ്മുടെ വീലിൻ്റെ പുതിയ പൊസിഷൻ അല്ലേ? അപ്പോൾ താഴെ ഉണ്ടായിരുന്ന പി എന്ന പോയിന്റ് ഇപ്പോൾ നിലവിൽ എവിടെയാണ്? ഇതാ ഇവിടെയാണ് പി എന്ന പോയിന്റ്. സോ നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ അതാണ്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ആയി നമ്മൾ കണക്കൂട്ടുന്നത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ, നമ്മുടെ ഫിഗറിലേക്ക് നോക്കിക്കേ, നമുക്ക് വേണ്ടത് ഇതാണ്. ഇത് കിട്ടാൻ നമുക്ക് നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് 2r, ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ, ദിസ് ഇസ് 2r. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ബേസ് എത്രയാണ്? ബേസ് കിട്ടാൻ സർക്കിൾ ഹാഫ് റൊട്ടേഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഫുൾ റൊട്ടേഷൻ മൂവ് ചെയ്താൽ സർക്കംഫറൻസ് ആണ്, ദാറ്റ് ഈസ് 2πr. അപ്പോൾ ഹാഫ് റൊട്ടേഷൻ ആകുമ്പോൾ 2πr/2, ദാറ്റ് ഈസ് πr. സോ ഈ ഡിസ്റ്റൻസ് πr ആണ്, πr. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ കഷ്ണം, ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2r² പ്ലസ് πr ഹോൾ സ്ക്വയർ. നമുക്ക് രണ്ട് ഭാഗത്തും 6 പുറത്തെടുക്കാം. സോ റിമൈനിങ് ടേംസ് ആയിട്ട് 4 പ്ലസ് π² ഉണ്ടായിട്ട്. സോ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ പി. സോ ദിസ് ഈസ് ഇറ്റ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സൈലത്തോടെ.